ആദ്യം പറഞ്ഞത് ആങ്കർ കൺട്രോൾ എന്നാണ് ടോപ്പിക് എന്നാണ്. പക്ഷേ ആങ്കർ കൺട്രോൾ പലപ്പോഴും നമുക്ക് ചില ഫ്രസ്ട്രേഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. അതായത് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാൽ, അതിൽ അടക്കാൻ ശ്രമിച്ചാൽ അത് കൂടുതൽ വലിയ പ്രശ്നങ്ങളിലേക്ക്, പൊട്ടിത്തെറിയിലേക്കൊക്കെ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ പ്രഷർ കുക്കറിൽ നമ്മളെ മുകളിലൊരു വെയിറ്റ് വെക്കുമല്ലോ. ആ വെയിറ്റ് വെക്കുന്നതിന് മുമ്പ് അടിയിൽ തീ ഗ്യാസിന്റെ മുകളിൽ വെച്ച് നമ്മൾ ചൂടാക്കും. കുക്കറിനുള്ളിൽ വെള്ളം ഉണ്ടാവും. നമ്മൾ അടച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റീം അതിന്റെ മുകളിലുള്ള വെന്റിക്കൂടെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. എന്നാൽ അവിടെ നമ്മളൊരു വെയിറ്റ് വെച്ച് കഴിഞ്ഞാൽ, പ്രഷർ കുക്കറിന്റെ മുകളിൽ വെയിറ്റ് വെക്കുന്ന അറിയാലോ, ആ വെയിറ്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ സ്റ്റീമിനെ പുറത്തേക്ക് റിലീസ് ചെയ്യാനായിട്ട് പറ്റില്ല. കുറച്ചു നേരം കഴിയുമ്പോൾ ഒരു വലിയൊരു വിസിലോട് കൂടി അത് ആ വെയിറ്റിനെ പൊക്കി മാറ്റിക്കൊണ്ട് ആ എക്സസ് വന്ന പ്രഷർ റിലീസ് ചെയ്ത് പോകും. ഇത് നമ്മൾ നോർമലായിട്ടുള്ള ആ സ്റ്റീം റിലീസ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ബ്ലോക്ക് ചെയ്തതുകൊണ്ട് വന്ന ഒരു പ്രോബ്ലമാണ്. അതുപോലെ നമ്മൾ ആങ്കർ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാൽ, നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ അത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ കൺട്രോൾ ചെയ്യണ്ടേ, ദേഷ്യം കൺട്രോൾ ചെയ്യണ്ടേ, കൺട്രോൾ ചെയ്യണം. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ആങ്കർ മാനേജ്മെന്റ്. ആങ്കർ നമ്മൾ ശരിക്കും മാനേജ് ചെയ്യാണ് വേണ്ടത്, നിയന്ത്രിക്കുകയല്ല വേണ്ടത്, നമ്മൾ അതിനെ മാനേജ് ചെയ്യാണ് വേണ്ടത്. മാനേജ്മെന്റ് എന്നുള്ള ആ പ്രോസസ്സിന്റെ ഒരു സബ് ഫംഗ്ഷൻ മാത്രമാണ് കൺട്രോൾ. മാനേജ്മെന്റിൽ നമ്മൾ സാധാരണ ഓർഗനൈസിങ്, പ്ലാനിങ്, കൺട്രോൾ, മോട്ടിവേഷൻ, അങ്ങനെ പല ഫങ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഫങ്ഷൻ മാത്രമാണ് കൺട്രോൾ. ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാതെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാൽ അത് ഫലപ്രദമാവില്ല, കൂടുതൽ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മൾ പേപ്പറിലൊക്കെ കാണുന്ന ഒരു സംഭവമാണ്. ട്രിവാൻഡ്രത്ത് CETയുടെ മുമ്പിൽ ഒരു ബസ് വെയിറ്റിംഗ് ഷെഡ് ഉണ്ടായിരുന്നു. അവിടെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഇടകലർന്നിരിക്കുന്നത് കൊണ്ട് അവിടുത്തെ അസോസിയേഷൻകാർ ആ നീളമുള്ള ബെഞ്ചുകളൊക്കെ കട്ട് ചെയ്ത് ഒരാൾക്ക് മാത്രം ഇരിക്കാനുള്ള ഒരു സൗകര്യമാക്കി മാറ്റി. അതുകൊണ്ട് എന്താ ഫലം ഉണ്ടായത്? അവരുദ്ദേശിച്ചത് കുട്ടികൾ ഒരുമിച്ചിരിക്കുന്നത് നിയന്ത്രിക്കണം, അതിനെ കൺട്രോൾ ചെയ്യണം എന്നാണ് ഉദ്ദേശിച്ചത്. അതിനുവേണ്ടി അവരൊരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്തു. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്നുള്ള പോലെ പാലക്കാട് ജില്ലയിലെ കരിമ്പ എന്ന പറഞ്ഞ സ്ഥലത്തും ഇതുപോലെ ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് നാട്ടുകാർ ഇടപെട്ടു. അവിടെ അടിയും ബഹളവും പ്രശ്നങ്ങളൊക്കെ ആയി. അപ്പൊ ഇവിടെയൊക്കെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ കൺട്രോൾ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. കുട്ടികളുടെ സ്വാതന്ത്ര്യത്തിനെ അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തിനെ നമ്മൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുക. അവിടെ അതല്ല വേണ്ടത്. അവിടെ ഈ മാനേജ്മെന്റിന്റെ എല്ലാ പ്രോസസ്സിലൂടെ അവർക്ക് കടന്നു പോവുകയാണെങ്കിൽ എന്തുകൊണ്ട് ഈ നിയന്ത്രണം, എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള ചില നിഷ്കർഷകൾ, നിയമങ്ങൾ നിർദ്ദേശിക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന കുട്ടികൾ സർവാത്മന ആ നിർദ്ദേശങ്ങളെ സ്വീകരിക്കാനായിട്ട് തയ്യാറാവുകയും ആ നിയന്ത്രണം ഫലപ്രദമാവുകയും പോസിറ്റീവായിട്ട് മാറുകയും ചെയ്യും. അപ്പൊ എപ്പോഴും നമ്മൾ കൺട്രോളിന് മുമ്പ് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതെല്ലാം ചെയ്ത് കഴിയുമ്പോഴേ ഈ കൺട്രോള് സക്സസ്ഫുൾ ആവുന്നത്. അതുകൊണ്ടാണ് ടോപ്പിക്ക് ആങ്കർ മാനേജ്മെന്റ് എന്ന രീതിയിലേക്ക് മാറ്റാനായിട്ട് ഞാൻ സതീഷ് മാഷോട് റിക്വസ്റ്റ് ചെയ്തത്. ആങ്കർ മാനേജ്മെന്റിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ വികാരങ്ങളെ, അതായത് ഇമോഷണൽ ഫീലിങ്സിനെ, അതിനെ നമ്മളൊന്ന് എന്താ പറയാ, ഒരു നിയന്ത്രണത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഈ നമ്മൾ ദേഷ്യപ്പെടുന്ന സമയത്ത് ഫിസിയോളജിക്കലായിട്ടും നമ്മുടെ ശാരീരികമായിട്ടും നമുക്ക് കുറേ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇതിനെയെല്ലാം നമ്മളൊന്ന് നമ്മുടെ ഒരു നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരും. ഇതാണ് ആങ്കർ മാനേജ്മെന്റിൽ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ദേഷ്യം നമുക്ക് ഒരിക്കലും ഒഴിവാക്കാനായിട്ട് പറ്റില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ,
ഇത് നമ്മുടെ ഒരു പ്രിമിറ്റീവ് ബ്രെയിനിൽ നിന്ന് വരുന്നതാണ്. നമ്മുടെ മനുഷ്യൻ, നമ്മൾ തിയറി ഓഫ് എവല്യൂഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്. കാട്ടിലും ഒക്കെ നടന്നിരുന്ന ഒരു സംവിധാനത്തിൽ നിന്നാണ് നമ്മൾ ഇന്നത്തെ പരിഷ്കൃത മനുഷ്യൻ എന്നുള്ള രീതിയിൽ മാറിയിട്ടുള്ളത്. അപ്പോൾ ഈ കാട്ടിലൊക്കെ നടക്കുന്ന സമയത്ത് പലതരത്തിലുള്ള ത്രട്ടുകൾ ആ സമയത്ത് ജീവികളായാലും ശരി, അന്നത്തെ ആദിമ മനുഷ്യരായാലും ശരി, ഇവരൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, പലതരത്തിലുള്ള ഭീഷണികൾ. അപ്പൊ ഇതിൽ നിന്ന് അന്നത്തെ കാലത്ത് രണ്ട് കാര്യങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു മനുഷ്യനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ആ ത്രെട്ടിനെ ഫേസ് ചെയ്യുന്ന ഒരു ജീവിയെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നുകിൽ അതിനെ നേരിട്ട് വിജയിക്കുക, അല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ നിന്നും ഓടി രക്ഷപ്പെടുക. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന സാഹിബിന്റെ ഭാഷയിൽ പറയും. ഒന്നിലോ അവിടെ പിടിച്ചു നിൽക്കുക, അല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ നിന്നും എത്രയും പെട്ടെന്ന് മാറിപ്പോകുക. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ അന്നത്തെ കാലത്ത് മനുഷ്യന് ചെയ്യാനുള്ളൂ, അല്ലെങ്കിൽ ജീവികൾക്ക് ചെയ്യാനുള്ളൂ, ഏത് ജീവിയായാലും ശരി. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ബ്രെയിൻ ഒരുക്കിയിരിക്കുന്നതാണ് ഈ ആങ്കർ എന്നുള്ള രീതിയിൽ നമ്മൾ ഇന്ന് എക്സ്പ്രസ് ചെയ്യുന്നത്. ഒരു ഭീഷണി വന്നാൽ അതിനെ നേരിടാനായിട്ട് ശരീരം തയ്യാറാകുന്ന ഒരു പ്രോസസ്സാണ്. ഇതിനുവേണ്ടി ബ്രെയിനിൽ ധാരാളം മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. ബ്രെയിനിൽ കുറേ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്ന കുറേ കെമിക്കൽസ് പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ, ഡോപ്പാമിൻ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ധാരാളം കെമിക്കൽസ് നമ്മുടെ ബ്രെയിനിൽ ഫോം ആവുന്നുണ്ട്. നമ്മുടെ ബ്രെയിൻ ഇതൊക്കെ ഫോം ചെയ്യുന്നത് ആ ഭീഷണിയെ, നമ്മൾ നേരിടുന്ന ഭീഷണിയെ അതിജീവിക്കാൻ, അതിനു വേണ്ടിയിട്ടാണ്. ഇന്നത്തെ മനുഷ്യൻ വീട്ടിലും അല്ലെങ്കിൽ സമൂഹത്തിൽ വളരെ സുരക്ഷിതമായിട്ട് ജീവിക്കുന്ന ഈ മനുഷ്യന് ഇന്നത്തെ സാഹചര്യത്തിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ ആ പ്രിമിറ്റീവ് ബ്രെയിനിന്റെ ഒരു ഭാഗം ഇന്നും നമ്മളിൽ അവശേഷിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഇത്തരത്തിലുള്ള രീതിയിൽ പെരുമാറും. ഈ സാധനങ്ങളൊക്കെ ഇന്നും നമ്മുടെ ബോഡിയിൽ ഫോം ആവുന്നുണ്ട്. അതിൻ്റെയൊക്കെ റിസൾട്ട് എന്താ? നമുക്ക് ദേഷ്യം വരുമ്പോൾ അറിയാം, നമ്മുടെ പൾസ് റേറ്റ് കൂടും. നമ്മൾ ആ സമയത്തൊന്ന് പൾസ് ഒന്ന് ചെക്ക് ചെയ്താൽ കാണാം, സാധാരണ കാണുന്ന 72, 80 ആ റേഞ്ചിൽ നിന്നൊക്കെ 120, 130 ആ റേഞ്ചിലേക്കൊക്കെ മാറി. ഇപ്പോൾ ശ്രീകണ്ഠൻ നായരുടെ ഒരു പ്രോഗ്രാം ടി വിയിലൊക്കെ നടക്കുന്നുണ്ട്, ഒരു ക്വിസ് പ്രോഗ്രാം. അപ്പൊ അതിൽ വരുന്ന ആളുകളുടെ ഹാർട്ട് റേറ്റ് ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് കാണാം. ചിലപ്പോൾ 140 ഒക്കെ ഹാർട്ട് റേറ്റ് കാണുന്നുണ്ട്, പൾസ് റേറ്റ് കാണുന്നുണ്ട്. അതിന് കാരണം എന്താ? ആ സിറ്റുവേഷൻ, ഒരു ആങ്ഷ്യസ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് ആ കാൻഡിഡേറ്റ്, മത്സരാർത്ഥി അവിടെ വന്ന് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ബ്രെയിൻ ഇതിനെ സെൻസ് ചെയ്യുന്നത് എന്താ? ഒരു ത്രെട്ടായിട്ടാണ് സെൻസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിന് വേണ്ട കെമിക്കൽസ്, ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ട കെമിക്കൽസ് ബോഡിയിൽ ഫോം ചെയ്യും. അതിന്റെ ഫലമായിട്ട് നമ്മുടെ പൾസ് റേറ്റ് കൂടും. അതുപോലെ നമ്മൾ കിതയ്ക്കും, നമ്മുടെ ബ്രീത്തിന്റെ റേറ്റ് കൂടും. സാധാരണ ഒരു മിനിറ്റിൽ 14 15 ഒക്കെ ബ്രീത്ത് ചെയ്യുന്നത് ചിലപ്പോൾ 20 25 ആയിട്ട് മാറാനായിട്ട് സാധ്യതയുണ്ട്. BP കൂടും. ഇങ്ങനെയുള്ള പല മാറ്റങ്ങളും നമ്മുടെ ശരീരത്തിൽ വരുന്നുണ്ട്. ഇത് ദേഷ്യപ്പെടുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയ അപകടം എന്താണെന്ന് വെച്ചാൽ, ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽസ് അത്ര പെട്ടെന്ന് ബോഡിയിൽ നിന്ന് റിമൂവ് ആവുന്നില്ല. റിമൂവ് ആകാതെ വരുമ്പോൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ ക്വിക്കായിട്ടാണ്. ആ സിറ്റുവേഷനെ ഓവർകം ചെയ്യാൻ വേണ്ടി വളരെ പെട്ടെന്ന് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. പക്ഷെ ആ ത്രെട്ട് പോയി കഴിഞ്ഞാലും അത്ര പെട്ടെന്ന് ഇതൊന്നും നമ്മുടെ ബോഡിയിൽ നിന്ന് റിമൂവ് ആവുന്നില്ല. ചിലപ്പോൾ ചില മണിക്കൂറുകളോ കുറച്ച് മണിക്കൂറുകളോ ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾ പോലും ഇത് എടുത്തേക്കാം ഇത് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകാനായിട്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ അപകടം. ഈ റിസസീവ് പീരീഡിൽ, അതായത് ദേഷ്യം വന്നു അല്ലെങ്കിൽ ബോഡിയിൽ കെമിക്കൽസ് ഒക്കെ ഫോം ആയി, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇത് തിരിച്ചു പോകുന്ന, അല്ലെങ്കിൽ ഇത് ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യുന്ന ആ സിറ്റുവേഷനിൽ, ആ ഒരു സ്റ്റേജിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ബോഡിയിൽ ഈ കെമിക്കൽസ് ഓൾറെഡി ഉണ്ട്, ചെറിയ തോതിലാണെങ്കിലും ഉണ്ട്, പൂർണ്ണമായിട്ട് റിമൂവ് ആയിട്ടില്ല. ഈ സമയത്ത് വളരെ ചെറിയ പ്രൊവക്കേഷൻസ്, വളരെ ചെറിയ കാരണങ്ങളെ കൊണ്ട് പോലും നമുക്ക് ചിലപ്പോൾ ദേഷ്യം വരുന്നതായിട്ട് കാണാം. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ അപകടം. ഒരിക്കൽ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അതിന്റെ ഇഫക്റ്റ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകാനായിട്ട് ചിലപ്പോൾ കുറേ ദിവസങ്ങൾ പോലും എടുത്തേക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ദേഷ്യം വരുന്നത്? നമ്മുടെ സമൂഹത്തില്
പല കാരണങ്ങളെ കൊണ്ട് നമുക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇതിന് നമ്മുടെ ഭാരതീയ ശാസ്ത്രങ്ങൾ പ്രകാരം ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് ഏതെങ്കിലും ഒരു ധ്യായതോ വിഷയാൻ പുംസ, ഏതെങ്കിലും ഒരു വിഷയമായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അതുമായിട്ട് നമുക്ക് ബന്ധം ഉണ്ടാവും. സംഘസ്ഥേഷു ഉപജായതേ സംഘാത് സംജായതേ കാമാത് ക്രോധോപി ജായതേ. നമുക്ക് എന്തെങ്കിലും ഒരു വിഷയത്തെ കുറിച്ച് നമ്മൾ അറിഞ്ഞാൽ അതുമായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും, അതുമായിട്ട് നമുക്ക് ബന്ധമുണ്ടാകും. ആ ബന്ധത്തിൽ നിന്നാണ് ആഗ്രഹം ഉണ്ടാകുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനോ അല്ലെങ്കിൽ അത് ലഭിക്കാനോ ഒക്കെ ആഗ്രഹങ്ങൾ നമുക്ക് ഉണ്ടാവുന്നു. ആ ആഗ്രഹമാണ്, അല്ലെങ്കിൽ ആഗ്രഹം പൂർണ്ണമാകാതെ വരുമ്പോഴാണ് നമുക്ക് ദേഷ്യം സംഭവിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദേഷ്യം ഒഴിവാക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ആഗ്രഹങ്ങളെ കുറയ്ക്കാനായിട്ട് പറ്റണം. ആഗ്രഹങ്ങളെ കുറയ്ക്കണമെങ്കിൽ ബന്ധങ്ങൾ കുറയ്ക്കാൻ പറ്റണം. ബന്ധങ്ങൾ കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ബന്ധങ്ങൾ കുറയ്ക്കണമെങ്കിൽ നമുക്ക് വിഷയങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകൾ കുറയ്ക്കാനായിട്ട് പറ്റണം. ഒരിക്കലും നമുക്ക് നമ്മുടെ ചിന്തകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കാനായിട്ട് പറ്റില്ല. എന്താ വെച്ചാൽ മനസ്സെന്ന് പറഞ്ഞാൽ തന്നെ എന്താ? മനസ്സെന്ന് പറഞ്ഞാൽ തന്നെ ഭഗവാന്റെ ഡെഫിനിഷൻ അനുസരിച്ച് മനസ്സെന്ന് പറഞ്ഞാൽ ചിന്തകളുടെ ഒരു കൂമ്പാരമാണ്. ഭഗവാൻ എപ്പോഴും പറയുന്ന, മനസ്സിനെ കുറിച്ച് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ ആണ്, ഒരു പീസ് ഓഫ് ക്ലോത്ത്, ഒരു തുണിക്കഷ്ണം എടുത്തിട്ട് അതിലത്തെ നൂലുകൾ ഓരോന്നാരായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ, കുറെ നൂലുകൾ ചേർത്ത് കുറുകയും വരങ്ങനെയും നെയ്തിട്ടാണ് ഒരു തുണിക്കഷ്ണം ഉണ്ടാക്കുന്നത്. ആ തുണിയിൽ നിന്നും ഓരോ നൂലുകളായിട്ട് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ എല്ലാ നൂലുകളും തീരുന്നോടുകൂടി തന്നെ തുണി ഇല്ലാതാകും. അതുപോലെ മനസ്സെന്ന് പറഞ്ഞാൽ ചിന്തകളുടെ ഒരു കൂമ്പാരമാണെന്നും ആ കൂമ്പാരത്തിൽ നിന്നും ഓരോ ചിന്തകളായിട്ട് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ മനസ്സ് ഇല്ലാതാവുന്ന പറയുന്നു. പക്ഷെ പ്രാക്ടിക്കലായിട്ട് നമുക്കൊരിക്കലും ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഒരിക്കലും ചിന്തകളെ നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, എപ്പോഴും കോൺസ്റ്റന്റ് ഇന്റഗ്രേറ്റഡ് അവയർനെസ് എന്നുള്ള ഒരു ആശയം ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്നത്. എപ്പോഴും എല്ലായ്പ്പോഴും ഈശ്വരനെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരും. എല്ലായ്പ്പോഴും നമുക്ക് ഈശ്വരനെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. തീർച്ചയായിട്ടും നമുക്ക് ഭൗതികമായിട്ടുള്ള കുറെ കർമ്മങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഈ ഭൗതികമായിട്ടുള്ള കർമ്മങ്ങൾ, ഇപ്പൊ കുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് പഠിക്കണം, അവർക്ക് മാതാപിതാക്കൾ പറയുന്ന കുറെ കാര്യങ്ങൾ അവരെ സഹായിക്കേണ്ട വരാം, കളികളിൽ ഏർപ്പെടേണ്ട വരാം, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യേണ്ട വരാം. ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് എപ്പോഴും നമുക്ക് ഭഗവാനെ കുറിച്ച് ആലോചിക്കാൻ പറ്റുക? ഭഗവാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു, ഇതിന് നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, എന്റെ വർക്ക് അല്ലെങ്കിൽ ഈശ്വരന്റെ വർക്കും നിന്റെ വർക്കും എന്നുള്ള ഒരു ചിന്ത ഒഴിവാക്കാം. എല്ലാ കാര്യങ്ങളും ഭഗവാന്റെ പ്രവർത്തനമായിട്ട് കണ്ടുകൊണ്ട്, ഈശ്വരന്റെ പ്രവർത്തനമായിട്ട് കണ്ടുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ കോൺസ്റ്റന്റ് ഇന്റഗ്രേറ്റഡ് അവയർനെസ് എന്നുള്ള ഒരു തലത്തിലേക്ക് എത്താനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ ധാരാളം കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. വൃന്ദാവനത്തിലെ ഗോപികമാരുടെ കാര്യങ്ങൾ. ഗോപികമാര് അവര് പശുവിനെ വളർത്തിയിരുന്നു, പാല് കറന്നിരുന്നു, അതിൽ നിന്ന് തൈരും വെണ്ണയും നെയ്യും ഒക്കെ ഉണ്ടാക്കിയിരുന്നു. ഇതെല്ലാം ചന്തയിലും അല്ലെങ്കിൽ രാജകൊട്ടാരത്തിലും ഒക്കെ കൊണ്ടുപോയി വിറ്റിരുന്നു. ഇതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് അവരവരുടെ ജീവിത കാര്യങ്ങളെല്ലാം നടത്തിയിരുന്നു. പക്ഷെ ഇതെല്ലാം ചെയ്യുന്നത് അവര് ഈശ്വരനുള്ള അർപ്പണമായിട്ടും കൃഷ്ണാർപ്പണമായിട്ടുമാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും ഈശ്വരന്റെ പ്രവർത്തനങ്ങളായിട്ട് മാറി കോൺസ്റ്റന്റ് ഇന്റഗ്രേറ്റഡ് അവയർനെസ് എന്നുള്ള ഒരു ആശയത്തിലേക്ക് അവർക്ക് എത്താനായിട്ട് പറ്റി. അങ്ങനെ നമ്മൾ വിഷയങ്ങളുമായിട്ടുള്ള ആ സംഘം ഒഴിവാക്കി കഴിഞ്ഞ് നമുക്ക് പതുക്കെ ക്രോധത്തിനെ അതിജീവിക്കാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു ആശയമാണ് ഭഗവാൻ നമുക്ക് തരുന്നത്. ദേഷ്യം നമുക്ക് ഒരിക്കലും ഒഴിവാക്കാനായിട്ട് പറ്റില്ല. പക്ഷെ ആ ദേഷ്യം വരുന്ന സാഹചര്യങ്ങളോട് അതിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിലാണ് നമ്മുടെ വിജയം. ഒരേ കാര്യങ്ങളോട്, ഒരേ സിറ്റുവേഷനോട് പല ആളുകൾ പല രീതിയിലായിരിക്കും പ്രതികരിക്കാം. ഡോക്ടർ രാധാകൃഷ്ണൻ, നമ്മുടെ പ്രസിഡന്റായിരുന്ന രണ്ടാമത്തെ പ്രസിഡന്റായിരുന്ന ഡോക്ടർ രാധാകൃഷ്ണൻ, അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഒരിക്കൽ അമേരിക്കയിലേക്ക് ഒരു വിസിറ്റ് നടത്തി. ആ വിസിറ്റില് വാഷിങ്ടൺ DC-യിലാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാനും അവിടുത്തെ മീറ്റിങ്ങുകളും ഒക്കെ ഓർഗനൈസ് ചെയ്തിരുന്നു. പക്ഷെ ഫ്ലൈറ്റ് അവിടെ എത്തുന്ന സമയത്ത് എന്തോ ക്ലൈമറ്റ് പ്രോബ്ലം ഒക്കെ കാരണം
അവിടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പറ്റാതിരിക്കുകയും കുറച്ച് ദൂരെയുള്ള ഒരു സിറ്റിയിൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത് അവിടെ നിന്ന് ബൈ റോഡ് വാഷിങ്ടണിലേക്ക് വരേണ്ടി വരികയും ചെയ്തു. അപ്പോൾ വാഷിങ്ടണിൽ ഡോക്ടർ രാധാകൃഷ്ണനെ റിസീവ് ചെയ്യുന്ന സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് അപ്പോളജൈസ് ചെയ്തു. സിറ്റുവേഷൻസ് ഞങ്ങളുടെ കൺട്രോളിലല്ലായിരുന്നു, ക്ലൈമറ്റ് മോശമായതുകൊണ്ടാണ് അങ്ങേക്ക് ഇങ്ങനെ ബുദ്ധിമുട്ട് വന്നത്, ഈ ബൈ റോഡ് ട്രാവൽ ചെയ്യേണ്ടി വന്നതിലും അതിൽ വന്ന ബുദ്ധിമുട്ടിലും ഒക്കെ ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞപ്പോൾ ഡോക്ടർ രാധാകൃഷ്ണ പ്രതികരണം ഇങ്ങനെയായിരുന്നു: ക്ലൈമറ്റ് നിങ്ങളുടെ കൺട്രോളിൽ ആയിരിക്കില്ല എന്ന് എനിക്കറിയാം, പക്ഷേ എൻ്റെ മനസ്സ് എൻ്റെ കൺട്രോളിലായിരുന്നു, അതുകൊണ്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും തോന്നിയില്ല എന്ന് ഡോക്ടർ രാധാകൃഷ്ണന്റെ റിപ്ലൈ. ഇത് നമുക്ക് എപ്പോഴും ആലോചിക്കേണ്ടതാണ്. ഒരേ സിറ്റുവേഷനോട് നമുക്ക് എങ്ങനെ പ്രതികരിക്കാൻ പറ്റും? ഇത്രയും ബുദ്ധിമുട്ടുകൾ സഹിച്ച് ബൈ റോഡ് ട്രാവൽ ചെയ്യേണ്ട വന്നല്ലോ എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. പക്ഷെ ആ സിറ്റുവേഷനെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി എംപതറ്റിക്കലായിട്ട് പ്രതികരിക്കുക, ഇതാണ് അവിടെ ഡോക്ടർ രാധാകൃഷ്ണൻ ചെയ്തത്. ഇത് നമുക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ദേഷ്യം വരുന്ന സാഹചര്യങ്ങളോട് നമ്മുടെ പ്രതികരണത്തിൽ നമുക്ക് മാറ്റം വരുത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും വിജയിക്കാനായിട്ട് സാധിക്കും. ആങ്കർ മാനേജ്മെന്റിന് ഉള്ള ചില ടിപ്സ് ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ദേഷ്യം വന്നു കഴിഞ്ഞാൽ പലപ്പോഴും വരുന്ന പ്രശ്നം, നമ്മൾ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ആ സിറ്റുവേഷന് ഒരു മാറ്റം വരുന്നു കഴിഞ്ഞാൽ അത് നമുക്ക് കുറച്ചൊരു റിലീഫ് അല്ലെങ്കിൽ റിലാക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട്, അയ്യോ അങ്ങനെ പറയണ്ടായിരുന്നു, വളരെ മോശമായിപ്പോയി, അത് ഒഴിവാക്കേണ്ട ഒരു പ്രയോഗമായിരുന്നു എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നാം. ഈ ഒരു സിറ്റുവേഷനെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കണം. ദേഷ്യം വരുന്ന സമയത്ത് കഴിയുന്നതും പ്രതികരിക്കാതിരിക്കുക, സംസാരിക്കാതിരിക്കുക. വളരെ ബുദ്ധിമുട്ടാണ്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ദേഷ്യം വരുന്ന സമയത്ത് ദേഷ്യം വന്ന് കണ്ണു കാണണ്ടായി എന്നൊക്കെ പറയില്ലേ, ഇതാണ് പലപ്പോഴും നമുക്ക് പറ്റുന്നത്. ആ സിറ്റുവേഷനെ പ്രോപ്പറായിട്ട് അസസ് ചെയ്യാനും അതിനനുസരിച്ച് പ്രതികരിക്കാനുള്ള നമ്മുടെ കഴിവിലാണ് കുറവ് വരുന്നത്. ഇതിനെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റണം. ഏത് സിറ്റുവേഷനോടും എങ്ങനെ പ്രതികരിക്കണം, എങ്ങനെ പ്രതികരിക്കാം എന്നുള്ള ഒരു വിവേചന ശക്തി നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റണം. അതിലേക്ക് നമുക്ക് വരാം. അതിനുവേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പറയാം. ഇവിടെ നമ്മൾ പറയുന്നത് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്ക് അടുത്ത സ്റ്റേജിൽ നോക്കാം. അപ്പോൾ കഴിയുന്നത് സംസാരിക്കാതിരിക്കുക. സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ ചിന്തകളെ ഒന്ന് ഓർഗനൈസ് ചെയ്തുകൊണ്ട് എന്ത് പറയണം എന്ത് പറയണ്ട എന്ന് കൃത്യമായ ബോധത്തോടു കൂടി മാത്രമേ നമ്മൾ പ്രതികരിക്കാൻ പാടുള്ളൂ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ദേഷ്യം വരുമ്പോൾ നമ്മുടെ കൈവിട്ടു പോകുന്നത് പലപ്പോഴും നമ്മുടെ വാക്കുകളുടെ പ്രയോഗമായിരിക്കും. കുറച്ച് റിലാക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കൺസേൺസ്, പലപ്പോഴും നമ്മൾ ദേഷ്യപ്പെടുന്നതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. ആ കാരണം എന്താണ്, നമുക്കുണ്ടായ ബുദ്ധിമുട്ട്, ആ സിറ്റുവേഷനിൽ നമ്മൾ അനുഭവിച്ച ബുദ്ധിമുട്ട് എന്താണ്, ഇതിനെ നമുക്ക് അസെപ്റ്റീവായിട്ട് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കണം. അസെപ്റ്റീവായിട്ട് അവരെ ഹർട്ട് ചെയ്യാതെ, എന്താ പറയുക, ഫസ്റ്റ് പേഴ്സണിൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഉണ്ടായ ബുദ്ധിമുട്ട് ഇതാണ്, അല്ലാതെ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല. ആ സിറ്റുവേഷനിൽ നമ്മൾ അനുഭവിച്ച ബുദ്ധിമുട്ട് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഫസ്റ്റ് പേഴ്സണിൽ നമുക്കത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റണം. ഒരിക്കലും അവിടെ കുറ്റപ്പെടുത്തലിന്റെ ടോൺ അല്ല വരേണ്ടത്. ആ സിറ്റുവേഷനിൽ നമ്മൾ അനുഭവിച്ച ബുദ്ധിമുട്ട് എന്താണെന്ന് നമ്മൾ പറയാനായിട്ട് ശ്രമിക്കണം. അത് നമ്മുടെ ആവശ്യങ്ങളും നമുക്കുണ്ടായ ബുദ്ധിമുട്ടുകളൊക്കെ വളരെ ക്ലിയർ ആയിട്ട്, മറ്റുള്ളവരെ ഹെർട്ട് ചെയ്യാതെ, ഡയറക്റ്റ് ആയിട്ട് ചുറ്റി വളച്ച് എന്താ പറയുക, ഒരു വേണമെങ്കിൽ മനസ്സിലാക്കി എടുക്കേണ്ട രീതിയിലല്ലാതെ കൃത്യമായ രീതിയിൽ ഡയറക്റ്റ് ആയിട്ട് പറയാനായിട്ടും നമുക്കുള്ള ഒരു ആർജവം നമ്മൾ കാണിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ദേഷ്യം വരിക എന്നുള്ളത് ഒരു മോശമായിട്ടുള്ള കാര്യമായിട്ട് നമ്മൾ ഒരിക്കലും കണക്കാക്കേണ്ട. നമുക്ക് വിശപ്പ് വന്നാൽ നമ്മൾ എന്താ ചെയ്യാം? എനിക്ക് വിശക്കുന്നു എന്ന് പറയും. അതുപോലെ എനിക്ക് ദേഷ്യം വന്നു എന്നും സമ്മതിക്കാനായിട്ടുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടായാൽ തന്നെ കുറെ പ്രശ്നങ്ങൾ തീരും. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ അപ്പൊ തന്നെ നമ്മുടെ ദേഷ്യത്തിന്റെ ഒരു റേറ്റില് അല്ലെങ്കിൽ അളവില് ചെറിയൊരു കുറവ് വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. ദേഷ്യം വരുന്നുണ്ട് എന്ന് തിരിച്ചറിയുന്നത് തന്നെ വലിയൊരു വിജയമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ദേഷ്യത്തിനെ കൺട്രോൾ ചെയ്യുന്നതിന് ഇപ്പൊ വിശപ്പുള്ള ആൾക്ക് വിശപ്പാണെന്ന് തിരിച്ചറിഞ്ഞാലാണ് ഭക്ഷണം കഴിക്കാനും വിശപ്പിനെ അടക്കാനും സാധിക്കുള്ളൂ. അതുപോലെ
ദേഷ്യമുള്ള ഒരാൾക്ക് ദേഷ്യപ്പെട്ടു എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ആ ദേഷ്യത്തിൽ നിന്ന് മോചനം നേടാനായിട്ടുള്ള അടുത്ത സ്റ്റേജിലേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ഫീലിങ്സിന്റെ തിരിച്ചറിവ് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് അതാണ്. നമ്മുടെ ഓരോ ഇമോഷൻസിനെയും, നമ്മുടെ ഓരോ വികാരങ്ങളെയും ഇത് ഇന്നതാണ് എന്ന് തിരിച്ചറിയുകയും അതിനെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് വിജയത്തിലേക്കുള്ള, ഈ വികാരങ്ങളെ ഓവർകം ചെയ്യുന്നതിനുള്ള ആദ്യത്തെ പടി. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ദേഷ്യത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒന്ന്, ചില ബോഡി ഫിസിക്കൽ എക്സർസൈസുകൾ നമുക്ക് ചെയ്യാം. ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ അഡ്രിനാലിനോ അല്ലെങ്കിൽ നോർ അഡ്രിനാലിനൊക്കെ നമ്മുടെ ബ്രെയിനിൽ ഫോം ചെയ്യുന്നത് എന്തിനാണ്? ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്. ഒന്നിൽ അവിടെ നിന്ന് രക്ഷപ്പെടണം, അല്ലെങ്കിൽ അവിടെ ഫൈറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് പറ്റണം. ഇത് രണ്ടും ഫിസിക്കൽ മൂവ്മെന്റ് ആവശ്യമുള്ള പ്രവർത്തികളാണ്. അപ്പൊ ഫിസിക്കൽ മൂവ്മെന്റിനെ നമ്മുടെ ബോഡിക്ക് സജ്ജമാക്കാനാണ് ഈ കെമിക്കലുകൾ ഫോം ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ആ കെമിക്കൽസിനെ ന്യൂട്രലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഫിസിക്കൽ എക്സസൈസുകൾ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ആദ്യം പറഞ്ഞു, നമ്മുടെ ആ സിറ്റുവേഷനിൽ കഴിയുന്നതും സംസാരിക്കാതിരിക്കുക. സംസാരിക്കുകയാണെങ്കിൽ തന്നെ കൃത്യമായി ഓർഗനൈസ് ചെയ്ത് എന്താണ് പറയുന്നതെന്ന് തിരിച്ചറിവോടുകൂടി സംസാരിക്കുക. രണ്ടാമത് പറഞ്ഞത് നമ്മുടെ ഫീലിങ്സിനെ അല്ലെങ്കിൽ നമ്മുടെ തോട്ട്സിനെ ഡയറക്റ്റ് ആയിട്ടും ക്ലിയർ ആയിട്ടും നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോട് എക്സ്പ്രസ് ചെയ്യുക. മൂന്നാമത്തെ കാര്യം, ഏതെങ്കിലും ഒരു ഫിസിക്കൽ എക്സർസൈസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഈ ഇത്തരം കെമിക്കൽസ് ഒക്കെ നമ്മുടെ ബോഡിയിൽ ഫോം ചെയ്യുമ്പോൾ പറ്റുന്ന ഒരു കാര്യം, നമ്മുടെ ശ്രദ്ധ വളരെ നാരോ ആവും. നാരോ ആവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പോസിറ്റ് എന്താണോ നമുക്ക് ദേഷ്യം ഉണ്ടാക്കുന്നത് ആ ഒരു കാര്യത്തിലേക്ക് മാത്രം, ആ ഒരു പോയിന്റിലേക്ക് മാത്രമായിട്ട് നമ്മുടെ ശ്രദ്ധ ഫോക്കസ്ഡ് ആവും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു പ്രയോഗം വരുന്നത്, ദേഷ്യം വന്നിട്ട് എനിക്ക് കണ്ണ് കാണണ്ടായെന്ന്. എന്താ വെച്ചാൽ ചുറ്റും നടക്കുന്ന വേറെ ഒന്നും നമ്മൾ അറിയില്ല. എന്താണോ നമുക്ക് ദേഷ്യം ഉണ്ടാക്കിയത് ആ ഒരു പോയിന്റിലേക്ക് മാത്രം, അത് ചിലപ്പോൾ നമ്മുടെ ടീച്ചറാവാം, നമ്മുടെ സുഹൃത്താവാം, നമ്മുടെ അച്ഛനാവാം, അമ്മയാവാം, ഭാര്യയാവാം, ആരും ആയിക്കോട്ടെ, ആ ഒരു പോയിന്റിലേക്ക് മാത്രം നമ്മുടെ ശ്രദ്ധ വരികയും ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഓരോ മൂവ്മെന്റ്സും ഓരോ ഫേഷ്യൽ എക്സ്പ്രഷൻസും നമ്മുടെ മനസ്സിലേക്ക് വളരെ കാര്യമായിട്ട് പതിയുകയും ചെയ്യും. അതുകൊണ്ടാണ് ആ സമയത്ത് അവർ പറയുന്ന ഓരോ കാര്യങ്ങളും, അവരുടെ ഓരോ നോട്ടവും, അവരുടെ ഒരു ചിരിയും അല്ലെങ്കിൽ അവരുടെ ഓരോ ഭാവവും നമ്മളെ ഹർട്ട് ചെയ്യുന്നതായിട്ട് മാറുന്നത്. എന്താ വെച്ചാൽ വേറെ ചുറ്റും നടക്കുന്ന ഒരു കാര്യവും നമ്മൾ അറിയുന്നില്ല. നമ്മൾ അതിലേക്ക് മാത്രമാണ് നമ്മുടെ 100% ഫോക്കസ്ഡ് ആയിട്ടുള്ളത്. ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ സ്ഥലത്ത് നിന്നും മാറിപ്പോവാന്നുള്ളത്. ഭഗവാൻ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ദേഷ്യം വന്നാൽ, ദേഷ്യം വരുമ്പോൾ നിങ്ങൾ ആ സിറ്റുവേഷനിൽ നിന്നും എത്രയും പെട്ടെന്ന് മാറിപ്പോവുക. ഇത് പ്രാക്ടിക്കലായിട്ട് എളുപ്പമാണോ? വളരെ ബുദ്ധിമുട്ടാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നിനെ കുറിച്ച് അപ്പൊ ചിന്തിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ചിന്തിക്കുന്നത് ആ ഒരു പോയിന്റിനെ മാത്രം, എന്താണോ എന്നെ ദേഷ്യപ്പെടുത്തുന്നത് അതിലേക്ക് മാത്രമാണ് നമ്മുടെ ഫോക്കസ്. ആ സിറ്റുവേഷനിൽ അവിടുന്ന് മാറിപ്പോവുക എന്ന് പറയാൻ എളുപ്പമാണ്, പക്ഷെ ബുദ്ധിമുട്ടാണ്. ബൈ പ്രാക്ടീസ് വി ക്യാൻ ഡെവലപ്പ് ദാറ്റ് ഹാബിറ്റ്. ഇനി ഇതിനെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം? ഈ പ്രിമിറ്റീവ് ബ്രെയിനിന്റെ, അതായത് ബ്രെയിനിന്റെ ഡെവലപ്മെന്റ് എപ്പോഴും ബാക്കിൽ നിന്നാണ്, സ്റ്റെമ്മിന് മുമ്പിലേക്കാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ആദിമകാലത്തുള്ള ബ്രെയിനിന്റെ ഒക്കെ ജീവികളുടെ ഒക്കെ ബ്രെയിനിന്റെ ബാക്ക് സൈഡ് ആണ് കൂടുതൽ ഡെവലപ്പ് ആയിട്ടുള്ളത്. കാലക്രമേണ ആ എവല്യൂഷന്റെ പ്രോസസ്സിൽ ബ്രെയിൻ ഡെവലപ്പ് ആയിരിക്കുന്ന ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്കാണ്. അപ്പൊ ഈ പ്രിമിറ്റീവ് ബ്രെയിൻ എന്ന് പറയുന്നത് ബാക്കിലുള്ള ബ്രെയിനിന്റെ ഭാഗങ്ങളാണ് പ്രിമിറ്റീവ് ബ്രെയിൻ എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് ഈ അഡ്രിനാലിനും നോർ അഡ്രിനാലിനും ഡോപ്പമിനൊക്കെ പ്രൊഡ്യൂസ് ആവുന്നത്. പക്ഷെ ഇതിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റുക? ഇത് കാലക്രമേണ ബ്രെയിൻ ഫ്രണ്ടിലേക്ക് ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ബോഡിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഭാഗങ്ങളാണ് ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ഈ നെറ്റിയുടെ ഭാഗം. ഇതാണ് ബ്രെയിനിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഭാഗം. ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. മൃഗത്തിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് എന്താണ്? ഈ ബ്രെയിനിന്റെ മുൻഭാഗം, പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ഈ മുൻഭാഗമാണ് മനുഷ്യനെ മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. മനുഷ്യനെ 4 കാലിൽ നടന്നിരുന്ന മനുഷ്യനെ
രണ്ട് കാലിൽ നിവർന്ന് നടക്കാനായിട്ട് പ്രാപ്തനാക്കിയത് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ്. അച്ഛനെയും അമ്മയും ഭാര്യയും മകളെയും ഒക്കെ തിരിച്ചറിയാനായിട്ടുള്ള കഴിവ് മനുഷ്യന് ഉണ്ടാക്കി തന്നത് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ്. ഈ തിരിച്ചറിവ് തന്ന പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിനെ എംപവർ ചെയ്യുക, കൂടുതൽ കൂടുതൽ ശക്തമാക്കുക എന്നുള്ളതാണ് ആങ്കർ മാനേജ്മെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ. അതിന് കുറെ ടെക്നിക്കുകളെ പറ്റി പറയുന്നുണ്ട്. ഇത് എങ്ങനെ നമുക്ക് എംപവർ ചെയ്യാൻ പറ്റും, പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിനെ കൂടുതൽ കൂടുതൽ എങ്ങനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. അതിന് ഫസ്റ്റ് പോയിന്റ് ചെയ്യേണ്ടത്, കുട്ടികളെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൃത്യമായ ഉറക്കം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നത്തെ കുട്ടികൾ പലപ്പോഴും രാത്രി വളരെ വൈകി മൊബൈൽ ഫോണോ അല്ലെങ്കിൽ വേറെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഒക്കെ വെച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. രാത്രി ഒരു 12 മണി 1 മണി വരെയൊക്കെ ഉറക്കമൊഴിച്ചിരുന്ന് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന കുട്ടികളെ നമ്മൾ ധാരാളം കാണുന്നുണ്ട്. ഇന്ന് അതൊരു അഡിക്ഷൻ വരെ ആയിട്ട് മാറുന്നുണ്ട്. ഇതിൽ നിന്ന് വരുന്ന വലിയൊരു പ്രശ്നമാണ് ഈ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിന്റെ ഡെവലപ്മെന്റിൽ വരുന്ന ബുദ്ധിമുട്ട്. ഒരു 23-24 വയസ്സോട് കൂടിയാണ് ഒരു മനുഷ്യന്റെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് പൂർണ്ണമായിട്ട് ഡെവലപ്പ് ആവുന്നത്. അത് അത്ര വലിയൊരു ലോങ് പ്രോസസ്സാണ് ഈ ഇതിന്റെ ഡെവലപ്മെന്റ്, ബ്രെയിനിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഈ പീരീഡിൽ ഒരു 15-16 വയസ്സുള്ള കുട്ടികൾ വളരെയധികം സമയം ഉറക്കമൊഴിച്ചിരുന്ന് സമയം ചെലവാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിന്റെ ഡെവലപ്മെന്റിനെ അഫക്റ്റ് ചെയ്യും. അവർക്ക് ഇമോഷണൽ ഇന്റലിജൻസ് വളരെ കുറഞ്ഞു വരാനായിട്ടുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ ഉറക്കം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊന്നാണ്, നമുക്ക് നമ്മുടെ ഭാവിയെ കുറിച്ചിട്ട്, നമ്മുടെ ജീവിതത്തിനെ കുറിച്ചിട്ട് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്ക്, ഒരു കാഴ്ചപ്പാട് വേണം. വളരെ പോസിറ്റീവ്. അയ്യോ ഇത് എന്താ പറയാ, നമ്മൾ പറയില്ലേ, ഈ ദുരിതത്തിൽ നിന്ന് തന്നെ കരകയറ്റിയിടണം, തിരുവൈക്കം വാഴും ശിവശംഭോ എന്നുള്ള ഒരു മാനസികാവസ്ഥയോടു കൂടി ജീവിക്കാതെ ഈ മനോഹര തീരത്ത് തരുമോ ഇനിയും ഒരു ജന്മം എന്നുള്ള രീതിയിൽ ആ ഒരു മാനസികാവസ്ഥയിൽ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റണം. നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ചിലപ്പോൾ മോശമായിരിക്കാം, പക്ഷെ നാളെ വളരെ ബ്രൈറ്റ് ആണെന്നും എല്ലാവിധ നന്മകളും നമ്മുടെ ജീവിതത്തിലേക്ക് വരും എന്നുള്ള ഒരു ഔട്ട്ലുക്കോട് കൂടി, ആ ഒരു പോസിറ്റീവ് ഫ്യൂച്ചർ സ്റ്റോറിയോട് കൂടി ഭാവിയെ കുറിച്ചുള്ള നമ്മുടെ തിരക്കഥ, ജീവിതത്തിന്റെ തിരക്കഥ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. അത് നമ്മുടെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മറ്റൊന്ന്, ഇത് ഭഗവാൻ നമുക്ക് 9 പെരുമാറ്റച്ചട്ടങ്ങളിൽ തന്നിട്ടുള്ള ഒരു ഐറ്റമായിട്ടൊന്ന് കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. ഗോസിപ്പുകൾ ഒഴിവാക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിന്റെ ഡെവലപ്മെന്റ്. ഭഗവാൻ അതിനുവേണ്ടി നമുക്ക് തന്നിട്ടുള്ള കാര്യം എന്താണ്? ഗോസിപ്പുകൾ ഒഴിവാക്കാനായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഭഗവാൻ നമുക്ക് നിർദ്ദേശം തന്നിട്ടുണ്ട്. എന്താണത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ കുട്ടികൾ? 9 പെരുമാറ്റച്ചട്ടത്തിൽ നമ്മളിത് കാണും. ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് പറയാൻ പറ്റുമോ? മറ്റൊരാളുടെ സാന്നിധ്യത്തിൽ അവരുടെ കുറ്റം പറയാതിരിക്കുക. ഞാൻ കുട്ടികളോട് ചോദിച്ചു, പക്ഷേ ഗോസിപ്പ് ഒഴിവാക്കുക എന്ന് പറയുന്നത് നമ്മുടെ മറ്റുള്ളവരുടെ അസാന്നിധ്യത്തിൽ അവരെ പറ്റിയിട്ടുള്ള കമന്റ്സും ഒക്കെ ഒഴിവാക്കാനായിട്ട് ഭഗവാൻ നമുക്ക് പെരുമാറ്റച്ചട്ടങ്ങളിൽ തന്നിട്ടുള്ള നിർദ്ദേശം ഇതുമായിട്ട് കൂട്ടി വായിക്കേണ്ടതാണ്. ഭഗവാൻ നമുക്ക് 9 പെരുമാറ്റച്ചട്ടത്തിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പാലിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ ഇമോഷണൽ ഇന്റലിജൻസ് ഡെവലപ്പ് ആവും, പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ഡെവലപ്പ് ആവും. നമുക്ക് ആങ്കർ മാനേജ്മെന്റ് ഒന്നും നമുക്ക് ഒരു പ്രശ്നവും വരില്ല. ഇതിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അതിട്ട് കണക്ട് ചെയ്യാം. അതുകൊണ്ട് പരദൂഷണം അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഗോസിപ്പുകളിലൊക്കെ കഴിയുന്നതും നമ്മൾ ഇൻവോൾവ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കാം. ഇൻവോൾവ് ഇൻ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആൻഡ് സ്പോർട്സ്, യോഗ പോലുള്ള ശാരീരികമായിട്ടുള്ള ആക്ടിവിറ്റീസ് ഇൻവോൾവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മുടെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിന്റെ ഡെവലപ്മെന്റിന് വളരെ അധികം സഹായിക്കുന്ന ഒരു കാര്യമാണ്. മറ്റൊന്ന്, നന്ദി പ്രകടിപ്പിക്കുക. ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയും. നമുക്ക് ജീവിതത്തിൽ പല അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഈ അനുഗ്രഹങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് എപ്പോഴും ഒരു നന്ദി, ഇത് തന്ന സമൂഹത്തിനോട്, ഇതൊക്കെ ഒരുക്കി തരുന്ന നമ്മുടെ മാതാപിതാക്കളോട്, ഇതൊക്കെ ഒരുക്കി തരുന്ന ഇതിനൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാക്കി തരുന്ന ഭഗവാനോട് ഒക്കെ നമുക്ക്
ഒരു നന്ദി കാണിക്കുന്ന ഒരു മനോഭാവം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ഇത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. ആറ്റിറ്റ്യൂഡ് മാത്രമല്ല, എവിടെയൊക്കെ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും സഹായങ്ങളോ ഒക്കെ സ്വീകരിക്കുന്നുണ്ടോ അവിടെയൊക്കെ നമുക്ക് അത് നന്ദി പ്രകടിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഇതൊക്കെ നമ്മുടെ പ്രീഫ്രോണ്ടൽ കോർട്ടക്സിനെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന നമ്മുടെ ചില പെരുമാറ്റങ്ങളാണ്. ബി ഓഫ് സർവീസ്. മറ്റുള്ളവർക്ക് സേവനങ്ങൾ ചെയ്യുന്ന, സമൂഹത്തിന് സേവനം ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് മാറുക. ഒരു വോളണ്ടിയർ ആയിട്ട് എവിടെയൊക്കെ പറ്റുമോ, സത്യസായി സേവാ സംഘടനയിൽ മാത്രമല്ല, സത്യസായി സേവാ സംഘടനയിൽ ഇതിന് ധാരാളം അവസരങ്ങളുണ്ട്. ഇതിനൊക്കെ പുറമെ നമ്മളൊക്കെ പഠിക്കുന്ന സ്കൂളുകളിലും കോളേജുകളിലും സമൂഹത്തിൽ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും നമുക്ക് ഇതിനുള്ള ധാരാളം അവസരങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനായിട്ട് നമുക്ക് സാധിക്കണം. ഇത് നമുക്ക് എംപതി എന്നുള്ള നമ്മുടെ കരുണ എന്നുള്ള നമ്മുടെ ഒരു ക്വാളിറ്റി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. എംപതറ്റിക്കലായിട്ട് നമുക്ക് ഓരോ സിറ്റുവേഷനെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓരോ സിറ്റുവേഷനിലും മറ്റുള്ളവര് എന്തുകൊണ്ട് അങ്ങനെ പെരുമാറുന്നു, മറ്റുള്ളവർ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്നൊക്കെ നമുക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടാക്കാനായിട്ട് ഇത്തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് വഴി നമുക്ക് സാധിക്കും. മറ്റൊന്ന് പ്രീഫ്രോണ്ടൽ കോർട്ടക്സിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു മിനിറ്റ്, എന്റെ ഫോണിന് എന്തോ ചെറിയ ഹലോ, ഇപ്പൊ ക്ലിയർ ആണോ? കേൾക്കാം, നല്ല ഭംഗിയായിട്ട് കേൾക്കാം, പ്രശ്നമൊന്നുമില്ല. കേൾക്കാം. ഹലോ, കേൾക്കാം സർ, കേൾക്കാം. ഇതിനു വേണ്ടി നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു ടെക്നിക്കാണ് റിലാക്സേഷൻ ടെക്നിക്കുകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. മെഡിറ്റേഷൻ. ഇപ്പൊ ഇതും നമുക്ക് 9 പെരുമാറ്റച്ചട്ടങ്ങളിൽ നോക്കിയാൽ കാണാം. ജപം, ധ്യാനം തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഭഗവാൻ ഡെയിലി പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ പ്രീഫ്രോണ്ടൽ കോർട്ടക്സിനെ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുന്നത്, അല്ലെങ്കിൽ ഇത് നമ്മുടെ ഒരു ശീലമാക്കി മാറ്റുന്നത് ഇത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഇതും നമുക്ക് 9 പെരുമാറ്റച്ചട്ടങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ വഴി നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്, നന്നായിട്ട് ഉറങ്ങുക, കൃത്യസമയത്ത് ഉറങ്ങുക, കൃത്യസമയത്ത് എഴുന്നേൽക്കുക, ഈ ഒരു ശീലം, ജീവിതത്തിനെ പറ്റിയിട്ട് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് ഉണ്ടാവുക, അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ നമുക്ക് ചെയ്യാനായിട്ട് ഉണ്ടാക്കാൻ സാധിക്കുക, ഗോസിപ്പുകൾ അല്ലെങ്കിൽ പരദൂഷണം പോലുള്ള കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക, ഫിസിക്കൽ ആക്ടിവിറ്റീസ് വരുന്ന തരത്തിലുള്ള പ്രവർത്തികൾ, കളികളിലും ഒക്കെ കൃത്യമായിട്ട് ഇടപെടുക, നന്ദി പ്രകടിപ്പിക്കാനായിട്ട് ജീവിതത്തിൽ ലഭിക്കുന്ന ഓരോ ഗുണങ്ങൾ, നമുക്ക് കിട്ടുന്ന ഓരോ അനുഗ്രഹങ്ങളോടും നമുക്ക് നന്ദിയുള്ളവരായിരിക്കാനായിട്ട് സാധിക്കുക, സർവീസ് പോലെയുള്ള സേവന പ്രവർത്തനങ്ങൾ പോലുള്ള കാര്യങ്ങളിലുള്ള നമ്മുടെ ഇൻവോൾവ്മെന്റ്, റിലാക്സേഷൻ ടെക്നിക്, ഇങ്ങനെ ഒരു 6-7 കാര്യങ്ങളാണ് ഈ പ്രീഫ്രോണ്ടൽ കോർട്ടക്സിനെ കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന കാര്യങ്ങൾ. ഇതെല്ലാം കൃത്യമായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് ഡെവലപ്പ് ആവുകയും നമ്മുടെ പ്രിമിറ്റീവ് ബ്രെയിനിനെ ഓവർകം ചെയ്യുന്ന രീതിയിലുള്ള ചില ക്വാളിറ്റീസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ടും പറ്റും. അപ്പോൾ പ്രിമിറ്റീവ് ബ്രെയിനിൽ നിന്ന് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്നുള്ള ഒരു മെസ്സേജ് വരുമ്പോൾ തന്നെ നമ്മുടെ ഡിസ്ക്രിമിനേറ്റീവ് പവർ ഉപയോഗിച്ച്, വിവേചന ശക്തി ഉപയോഗിച്ചുകൊണ്ട്, പ്രീഫ്രോണ്ടൽ കോർട്ടക്സിന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിനെ ഓവർകം ചെയ്യാനായിട്ട്, ആ പിന്നിൽ നിന്ന് വരുന്ന വിളിയെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഇതിലുള്ള നമ്മുടെ സ്കില്ലാണ് ഇമോഷണൽ ഇന്റലിജൻസ് വഴി നമുക്ക് ഇന്റലിജൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. EQ, ഇമോഷണൽ കോഷ്യന്റ് എന്നുള്ള ഒരു ഘടകം വെച്ചുകൊണ്ട് നമ്മൾ ഒരു ടൂൾ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു സ്കെയിലിൽ നമ്മൾ തന്നെ അളക്കും. EQ അളക്കാനായിട്ട് നമുക്ക് IQ-നേക്കാളും പ്രധാനപ്പെട്ടതായിട്ട് ഇന്ന് സമൂഹം കണക്കാക്കുന്ന ഒരു ഗുണമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു കഴിവാണ് EQ. പലപ്പോഴും പല കമ്പനികളൊക്കെ ഇന്റർവ്യൂവിന് പോലും ഇപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിനെയൊക്കെ ഇരുത്തിക്കൊണ്ടാണ് ഇന്റർവ്യൂ ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്.
എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ നോളജ് സൈഡിനെക്കാട്ടിലും കൂടുതൽ ഇമ്പോർട്ടൻസ്, IQ-നെക്കാട്ടിലും കൂടുതൽ ഇമ്പോർട്ടൻസ് പലപ്പോഴും EQ-നാണ് ഇന്ന് വലിയ വലിയ കമ്പനികളൊക്കെ കൊടുക്കുന്നത്. അപ്പൊ ഇന്നത്തെ ചെറുപ്പക്കാരെ സംബന്ധിച്ച് ഈ ഇമോഷണൽ കോഷ്യന്റ്, ഇമോഷണൽ ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കൃത്യമായ ഇമോഷണൽ ഇന്റലിജൻസിൽ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും കൂടാതെ നമുക്ക് ദേഷ്യം പോലുള്ള കാര്യങ്ങളെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഇതിനെയൊക്കെ നമുക്ക് നമ്മുടെ ഒരിക്കലും നമുക്കത് ഒഴിവാക്കാൻ പറ്റിയെന്ന് വരില്ല. നമുക്ക് ദേഷ്യപ്പെടുന്ന സിറ്റുവേഷൻസ് ധാരാളം ഉണ്ടാവാം. പക്ഷെ അതിനോടുള്ള നമ്മുടെ പ്രതികരണങ്ങൾ നമുക്ക് മോഡിഫൈ ചെയ്തുകൊണ്ട് ഡിസൈറബിൾ ആയിട്ട് മാറ്റാനായിട്ട് പറ്റും. ഡോക്ടർ രാധാകൃഷ്ണന്റെ കഥ നമ്മൾ ആ ഒരു ഇൻസിഡന്റ് നമ്മൾ എപ്പോഴും ഓർമ്മയിൽ വെക്കുക. പലതരത്തിലുള്ള പ്രൊവക്കേഷൻസ് അല്ലെങ്കിൽ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാം. പക്ഷെ ഇതിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം. ഇത് നമ്മൾ മനസ്സിൽ എപ്പോഴും വെച്ചുകൊണ്ട് ഈ ആങ്കർ മാനേജ്മെന്റ് എന്നുള്ള ഒരു ആ ഒരു കാര്യത്തിനെ നമ്മൾ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിച്ചത്. ഇനി ഒരു 10-15 മിനിറ്റ് സമയമുണ്ട്. നമുക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരു ഡിസ്കഷൻ ആവാം. ഒരു വൺ സൈഡഡ് ഒരു ടോക്ക് ആക്കാനായിട്ട് എനിക്ക് തീരെ താല്പര്യമില്ല. എന്തെങ്കിലും നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഞാൻ അങ്ങനെ പെരുമാറിപ്പോയി, അതിനെ എങ്ങനെയായിരുന്നു നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ഞാൻ പെരുമാറേണ്ടത്, ഇത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട്, അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാം. സതീഷ് മാഷെ. സൈറാം സാർ, ഇന്നത്തെ ക്ലാസ്സിന്റെ ഒരു മെച്ചായിട്ട് ഞാൻ കാണുന്നത് 41 പേര് വാട്സപ്പിലുണ്ട്. ഇപ്പൊ അതിലൊരു 10-15 പേര് നമ്മുടെ ഗ്രൂപ്പ് 3 പാസ്സായ കുട്ടികളുണ്ട്. വളരെ വെൽക്കം ആയിട്ടുള്ള കാര്യം. സ്വാമിയുടെ കൃപ. അവർക്കൊക്കെ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. കാരണം സാറ് പറഞ്ഞ പോലെ EQ-ന് വളരെ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാവരുടെ പ്രശ്നവും തന്നെയാണ്. അപ്പോ അത് സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറയാം. മനസ്സിലാവാത്ത പോയിന്റ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ദയവായിട്ട് ഈ 10-15 മിനിറ്റ് നല്ല രീതിയിൽ ഉപയോഗിക്കുക. സൈറാം. സംശയം ചോദിക്കാറുണ്ട്. ഒരാളോട് ഒരാൾക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ആ ദേഷ്യം എപ്പോഴും മാറുന്നില്ല. അതുകൊണ്ട് അത് എന്തെങ്കിലും മാറ്റാം. ഒരാളോട് ദേഷ്യം നമുക്ക് ഒരിക്കലും മാറുന്നില്ല. ദേഷ്യം തോന്നി സംസാരിച്ചു, പക്ഷെ ആ സംസാരം പിന്നെ അത് അവരോട് മിണ്ടാനോ ദേഷ്യം തോന്നുന്നില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അയാൾ അങ്ങനെ പറഞ്ഞെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ? അതില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ കുറച്ച് എംപതറ്റിക്കൽ ആവണമെന്ന് പറയാനായിട്ടുള്ള കാരണം. അതായത് ഒരാള് ഒരു പ്രത്യേക സിറ്റുവേഷനിൽ നമ്മളോട് എന്തെങ്കിലും പറഞ്ഞതോ പ്രവർത്തിച്ചതോ ആണ് നമുക്ക് ദേഷ്യം ഉണ്ടാക്കിയത്. അത് എന്തുകൊണ്ടാണ് അയാൾ അങ്ങനെ പറഞ്ഞത് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അയാൾ അങ്ങനെ പറയാനുണ്ടായ സാഹചര്യം എന്താണ്? അത് നമുക്ക് വിഷമമുണ്ടാക്കി, അത് ശരിയാണ്. അയാൾ പറയാനുണ്ടായ സാഹചര്യം എന്താണ്? അയാളോട് നമുക്ക് പറയാൻ കഴിഞ്ഞോ, നിങ്ങൾ അങ്ങനെ ചെയ്തത് എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി, എനിക്ക് നിങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോൾ ദേഷ്യം വന്നു നിങ്ങളോട് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആ വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ടോ? എന്റെതല്ല, വേറൊരാളെ ഞാൻ പറയുന്നത്. ആരായാലും നമ്മൾ അവിടെ ചെയ്യേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞു, ആ ദേഷ്യം കുറച്ച് അടങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ വന്ന കെമിക്കൽ ചേഞ്ചസ് കുറച്ച് സബ്സൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫീലിങ്സ് നമുക്ക് അസർട്ടീവ് ആയിട്ട് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോട് പറയാൻ പറ്റണം. നിങ്ങൾ ആ ചെയ്ത പ്രവൃത്തി എനിക്ക് കുറച്ച് താണിട്ട് പറയണം. ഏതാ ഈ ദേഷ്യം പിടിച്ചവർ കുറച്ച് താണിട്ട് പറയാൻ പറയണം. താഴെയല്ല, അത് അത് എന്താ പറയാ, നമ്മള് അയാളുടെ മുമ്പിൽ സറണ്ടർ ചെയ്യുക അങ്ങനെയല്ല, നമ്മൾ അയാളുടെ മുമ്പിൽ തോറ്റു കൊടുക്കുകയല്ല. നമ്മള് ദേഷ്യം വന്ന സമയത്ത് നമുക്ക് നമ്മുടെ ബോഡിയിൽ ചില കെമിക്കൽ ചേഞ്ചസ് വന്നു. അഡ്രിനാലിൻ, നോറഡ്രിനാലിൻ ഒക്കെ നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ആയി. അതിന്റെ എഫക്ട് കുറയുമ്പോൾ ഫിസിയോളജിക്കലി നമ്മുടെ ബോഡി നോർമലിലേക്ക് വന്നു. ആ സമയത്ത് നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് ചിന്തിക്കാൻ പറ്റും. ദേഷ്യം വന്ന് കണ്ണ് കാണാനില്ല എന്ന് പറഞ്ഞ അവസ്ഥയിൽ നിന്ന് നമുക്ക് ചെറിയൊരു മാറ്റം വന്നു. നമുക്ക് കണ്ണ് കാണാൻ പറ്റുന്ന, അത് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ എന്താ പറയാ, നമ്മുടെ ശ്രദ്ധ വളരെ ഫോക്കസ്ഡ് ആയി ഒരു പോയിന്റിൽ മാത്രം വന്നിരുന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് ചെറിയൊരു മാറ്റം വന്നു. ആ മാറ്റം വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് തിരിച്ചറിവ് വരികയാണ്. നമുക്ക് ആ സമയത്ത് നമുക്ക് ചിന്തിക്കാം, എന്തുകൊണ്ടാണ് ഓപ്പോസിറ്റ് നിന്ന ആള് അങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞത് എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണ് അത്.
നമുക്കങ്ങനെ സ്വയം ഒരു അനാലിസിസ് നടത്താം. അതിന്റെ കൂടെ തന്നെ മറ്റു വ്യക്തിയോട് അസർട്ടീവായിട്ട് അയാളെ ഹർട്ട് ചെയ്യാതെ നമുക്ക് പറയാനും പറ്റണം. നിങ്ങളുടെ അങ്ങനെ പറഞ്ഞ കാര്യം അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്ത കാര്യം എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി, എനിക്ക് അതുകൊണ്ട് ഇന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. അത് ആ വ്യക്തിയോട് പറയുമ്പോൾ അവിടെ ഒരു ചർച്ചയ്ക്കുള്ള ഒരു അവസരം വരും. നമ്മൾ ഒരിക്കലും അയാളോട് തോറ്റു കൊടുക്കുകയോ അല്ലെങ്കിൽ അയാൾ പറഞ്ഞതിനെ പൂർണ്ണമായിട്ട് നമ്മൾ ക്ഷമിക്കുകയല്ല ചെയ്യുന്നത്. അവിടെ നമ്മൾ പരസ്പരം സംസാരിക്കാനായിട്ടുള്ള ഒരു വേദി ഒരുങ്ങുകയാണ്. നമ്മൾ അവരോട് പറഞ്ഞു കഴിയുമ്പോൾ അയാളുടെ പോയിന്റ് ക്ലിയർ ചെയ്യും. ഇപ്പോ ഒരു സ്ഥലത്ത് ഈ കൺസീലിയേഷൻ മീറ്റിങ്ങുകളോ അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാനുള്ള ചർച്ചകളൊക്കെ നടക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ഈ രണ്ടു പേർക്ക് നേരിട്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ മൂന്നാമതൊരു വ്യക്തി വഴിയാണ് ഇത് സംസാരിക്കുന്നത്. എയും ബിയും തമ്മിലൊരു തർക്കമുണ്ടായി, സിയുടെ അടുത്ത് പോയി എക്ക് പറയാനുള്ള കാര്യങ്ങൾ സിയോട് പറഞ്ഞു, ബിക്ക് പറയാനുള്ള കാര്യങ്ങൾ സിയോട് പറഞ്ഞു, സി രണ്ടുപേരോടും പറഞ്ഞു. ഈ പ്രോസസ്സിൽ സിയെ അവോയ്ഡ് ചെയ്തുകൊണ്ട് എക്കും ബിക്കും നേരിട്ട് സംസാരിക്കാൻ പറ്റും. സംസാരിക്കണമെങ്കിൽ എന്ത് വേണം? അവിടെ അസർട്ടീവായിട്ട് രണ്ടുപേർക്കും, അതായത് പരസ്പരം കുറ്റപ്പെടുത്താതെ രണ്ടുപേർക്ക് സംസാരിക്കാനായിട്ട്. എ സിയോട് പറയുന്ന കാര്യങ്ങൾ ബിയെ കുറ്റം പറഞ്ഞുകൊണ്ടാണ്, ബി സിയോട് പറയുന്ന എ കുറ്റം പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ സി എയോടും ബിയോടും സംസാരിക്കുമ്പോൾ ഈ കുറ്റം പറഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കും. കൺസീലിയേഷനിൽ നടക്കുന്ന അങ്ങനെയാണല്ലോ. ഈ മീഡിയേഷനിൽ കൺസീലിയേഷൻ ഒക്കെ നടക്കുന്ന ഈ മീഡിയേറ്റർ ഈ രണ്ട് വ്യക്തികളോടും അവർ പറഞ്ഞ ഫാക്ട്സ് മാത്രമേ പറയുള്ളൂ. അവർ പരസ്പരം കുറ്റപ്പെടുത്തിയ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറയില്ല. അങ്ങനെയാണ് അവിടെ മീഡിയേഷൻ നടക്കുന്നത്. ഈ ഒരു പ്രോസസ്സിൽ മീഡിയേറ്റർ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. എങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ഒരു മീഡിയേറ്റർ ആയിട്ട് നിൽക്കുകയാണ്. പരസ്പരം പറയാനുള്ള കാര്യങ്ങൾ ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, യാതൊരു മറയും കൂടാതെ പരസ്പരം കുറ്റപ്പെടുത്താതെ നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റും. ഇവിടെ ഞാൻ മാഡത്തിനോട് ചോദിക്കുന്ന ഒരു കാര്യം, ഏത് വ്യക്തിയോടാണോ നമുക്ക് ദേഷ്യം തോന്നിയത് ആ വ്യക്തിയോട് നമ്മുടെ മനസ്സിലുള്ള കാര്യം നമുക്ക് തുറന്നു പറയാൻ പറ്റിയിട്ടുണ്ടോ? പറ്റിക്കഴിഞ്ഞാലേ വിജയിക്കുള്ളൂ. ഇത് നമ്മുടെ മനസ്സിലിട്ടുകൊണ്ട് അയ്യോ അയാൾ എന്നോട് അങ്ങനെ പറഞ്ഞുല്ലോ, അയാൾ എന്നോട് ഇങ്ങനെ ചെയ്തുല്ലോ എന്ന് നമ്മളെ മനസ്സിൽ വിചാരിച്ച് അത് തന്നെ നമ്മൾ ഈ പശു അഴവട്ടണ കണ്ടിട്ടില്ലേ? പുല്ല് വെച്ച് തിന്ന് കഴിഞ്ഞിട്ട് വേറെ എവിടെയെങ്കിലും പോയി കിടന്ന് അതിങ്ങനെ എടുത്തിട്ട് വീണ്ടും അരച്ചരച്ച് തിന്നുകൊണ്ടിരിക്കും. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഈ ഒരിക്കലും ദേഷ്യം മാറില്ല, അതവിടെ നിൽക്കും. അതിന് പകരം നമ്മൾ എന്താ ചെയ്യേണ്ടത്? വൈ ഹി ഹാസ് റിയാക്ടഡ് ലൈക്ക് ദാറ്റ്, വൈ ഹി ഹാസ് റെസ്പോണ്ടഡ് ലൈക്ക് ദാറ്റ് എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം അവിടെ ആരംഭിക്കും. ഇത് മുമ്പോട്ട് പോകുന്തോറും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. അതുകൊണ്ടാണ് പറഞ്ഞു പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ് നമ്മുടെ മനസാക്ഷി എന്നൊക്കെ പറയില്ലേ ഇന്നത്തെ. അത് തന്നെയാണ് ഈ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ്. ശരിയും തെറ്റും തിരിച്ചറിയാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു സംഭവം ആണ് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ്. ഇതിനെ നമുക്ക് എംപവർ ചെയ്യാനായിട്ട് തന്നെ പറ്റണം. മെഡിറ്റേഷനിലൊക്കെ ഇരിക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്കൊരു ഫ്ലാഷ് പോലെ ചിലപ്പോൾ നമുക്ക് തോന്നും, ഓ അയാൾ അങ്ങനെ പറയാൻ കാരണം ഇതാണല്ലേ. നമ്മളെപ്പോഴും എന്താ പറയാ ജ്യോതിർ മെഡിറ്റേഷൻ ഒക്കെ ആയിരിക്കും ചെയ്യുന്നത്, പക്ഷെ നമ്മുടെ മനസ്സിന് പല സ്ഥലത്ത് അലഞ്ഞു തിരിഞ്ഞ് പെട്ടെന്നൊരു ഫ്ലാഷ് പോലെ ആയിരിക്കും പല പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരം കിട്ടും. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഈ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഭഗവാനായിട്ട് പറയാനായിട്ട് കാരണം. അല്ലാതെ കാലക്രമേണ എല്ലാ എന്താ പറയാ പ്രശ്നങ്ങളും തീരും എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. കാലക്രമേണ നമ്മുടെ ശരീരത്തിൽ വന്ന കെമിക്കൽ ചേഞ്ചസ് മാറും, പക്ഷെ അതിനെ നമ്മൾ പോസിറ്റീവായിട്ട് ഉപയോഗിച്ച് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിന്റെ സഹായത്തോടു കൂടി മറ്റ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുമായിട്ട് നമുക്കത് ചർച്ച ചെയ്ത് പരിഹരിക്കാനായിട്ട് സാധിക്കണം. സൈറാം സാർ, ഈ കെമിക്കൽ ചേഞ്ചിനെ പറ്റി പറയുമ്പോൾ സ്വാമി അടുത്ത് പറയുന്നുണ്ട്, ദേഷ്യം വന്ന 3 മാസം വരെ എടുക്കും നമ്മുടെ ബ്ലഡ് നോർമലാണ്. അതൊന്നും ചെറിയ പീരീഡ് ഒന്നും അല്ല, അത്രയും നമ്മൾ ശരിക്കും ഇല്ലാണ്. അപ്പൊ ഒരു 1 മിനിറ്റ് ദേഷ്യം നമ്മളെ അത്രയും ഹെൽത്ത് മോശമാക്കുകയാണ്. അപ്പൊ ഇതൊക്കെ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ആങ്കർ മാനേജ്മെന്റ് പഠിച്ചേ പറ്റൂ. അതുപോലെ എനിക്ക് തോന്നുന്നൊരു കാര്യം, നമ്മളെ ടോണ് വലിയ പ്രശ്നമാണ്. ദേഷ്യം വന്നു കഴിയുമ്പോൾ നമ്മളെ ടോണങ്ങ് മാറും. സ്വാമി ഇതിനടുത്ത് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ ടോണ് ശ്രദ്ധിക്കണം. അതുകൊണ്ടാവാം എപ്പോഴും പറയുന്നത് മധുരമായും മൃദുവായും സംസാരിക്കുക എന്നുള്ളത്. ടോണ് മാറുമ്പോൾ മറ്റേയാളുടെ ടോണും മാറും, പിന്നെ മൊത്തത്തിൽ പ്രശ്നമായി. ആ ടോണ് മാറാതിരിക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ് പ്രശ്നം. സൈരാം.
സർ. ശരി. അപ്പോ ഇതിലെ ഇമോഷണൽ ഇന്റലിജൻസിനെ നമ്മളെ ഭക്ഷണം സ്വാധീനിക്കുന്നില്ല സർ? മനസ്സ് ഫോം ചെയ്യുന്നത് തന്നെ ഭക്ഷണത്തിൽ നിന്നാണ്. നമ്മുടെ ചിന്തകള് ഭക്ഷണമായിട്ട് വളരെ ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും മനസ്സ് ഇതിൽ വലിയൊരു ഘടകമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിന്റെ എന്താ പറയുക, ദേഷ്യത്തിനെ കൺട്രോൾ ചെയ്യാനായിട്ട് കാമം ഇല്ലാതാവണം, ആഗ്രഹങ്ങൾ ഇല്ലാതാവണം. ആഗ്രഹങ്ങൾ ഇല്ലാതാവണമെങ്കിൽ നമ്മുടെ സംഘം, ആരുമായിട്ടാണോ നമ്മൾ ബന്ധപ്പെടുന്നത്, എന്തുമായിട്ടാണോ ബന്ധപ്പെടുന്നത്, അത് പ്യുവർ ആവണം. ഭഗവാൻ സത്സംഗങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇതൊക്കെ ശരിയാവണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ ചിന്ത വ്യക്തമാവണം. തീർച്ചയായിട്ടും ഇമോഷണൽ ഇന്റലിജൻസ് നമ്മുടെ ചിന്തയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും നമ്മുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ്, അതായത് തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള കഴിവ് വരുമ്പോൾ, തെറ്റായ ചിന്തകൾ വരുമ്പോൾ അത് ഒഴിവാക്കാനായിട്ടുള്ള ശക്തി നമുക്ക് കിട്ടും. അത് ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ട ചിന്തകൾ, മോശമായ ചിന്തകൾ വരുമ്പോൾ തീർച്ചയായിട്ടും അതിനെ ഒഴിവാക്കാനായിട്ടൊരു ശക്തി, ഈവൻ താമസികവും രാജസികവുമായിട്ടുള്ള ഭക്ഷണം ഒഴിവാക്കാൻ വരെ നമ്മുടെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് എംപവേർഡ് ആണെങ്കിൽ നമുക്ക് സാധിക്കും. ഭഗവാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് വെജിറ്റേറിയനിസത്തിനെ കുറിച്ചിട്ട്. നമുക്ക് നോൺ വെജിറ്റേറിയൻ കഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമുക്ക് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിനോട് ചോദിക്കാമല്ലോ, ചെയ്യുന്നത് ശരിയാണോ. ഇപ്പോൾ ചെറുപ്പക്കാരെ സംബന്ധിച്ചൊക്കെ പലപ്പോഴും ഫ്രണ്ട്സ് നിർബന്ധിച്ചിട്ടാണ് മദ്യം, മയക്കുമരുന്ന് പോലെയുള്ള കാര്യങ്ങളിൽ പോയി പെടുന്നത്. അവിടെയൊക്കെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ബ്രെയിനിന്റെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ഡിസ്ക്രിമിനേറ്റീവ് പവർ വളരെ ഡെവലപ്ഡ് ആണെങ്കിൽ എത്ര വലിയ സുഹൃത്തായാലും നിർബന്ധിച്ചു കഴിഞ്ഞാൽ നോ എന്ന് ശക്തമായിട്ട് പറയാനായിട്ടുള്ള ഒരു കഴിവ് ആ കുട്ടിയിലുണ്ടാവും. അപ്പൊ ഭക്ഷണം ഇതിനെ ഒരു ഘടകമാണെങ്കിൽ കൂടി അതിനെ ഓവർകം ചെയ്യാനായിട്ട് നമ്മുടെ പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് നമ്മളെ സഹായിക്കും. ഭക്ഷണത്തിൽ നിന്നാണ് ചിന്തകൾ ഉണ്ടാകുന്നത്, ചിന്തകളിൽ നിന്നാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. പക്ഷെ ഇതിനെ ഓവർകം ചെയ്യാനായിട്ട് നമ്മുടെ ഇമോഷണൽ ബ്രെയിനിന് സാധിക്കും. സർ, പിന്നെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിന്റെ ഇംപ്രൂവ്മെന്റ് ആയിട്ടുള്ള ഫിസിക്കൽ എക്സസൈസ് എന്തെല്ലാണ്? ഫിസിക്കൽ എക്സസൈസ് നല്ലതാണ്. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പറയുന്നത് യോഗയാണ്. യോഗ ആണല്ലേ? യോഗ ഏറ്റവും നല്ലതായ എക്സസൈസ് ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ ഇപ്പൊ സ്വാമി വിവേകാനന്ദൻ ചെറുപ്പക്കാരോട് പറഞ്ഞിട്ടുണ്ട് ഫുട്ബോൾ കളിക്കാൻ. പോയി ഫുട്ബോൾ കളിക്കാൻ പറഞ്ഞു. എന്താ കാരണം? എനി ഫിസിക്കൽ എക്സസൈസ് ക്യാൻ ഇംപ്രൂവ് അവർ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ്. വീട്ടിനകത്ത് ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം, ഇന്ന് കുട്ടികൾ പുറത്തിറങ്ങി കളിക്കാനായിട്ടുള്ള ആഗ്രഹം അല്ലെങ്കിൽ താല്പര്യം കുറഞ്ഞു വരുന്ന കുട്ടികളാണ്. കഴിയുന്നത് വീടിനകത്ത് അടച്ചിരുന്ന് മൊബൈൽ ഫോണോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു ചെറുപ്പക്കാരെയാണ് ഇന്ന് കാണുക. എനിക്ക് വൈലോപ്പള്ളിയുടെ ആരുടെയാണെന്നൊരു കവിത എന്ന് ഓർമ്മയില്ല, പറയുന്നുണ്ട് ഇന്ന് മാവില് മാങ്ങ തൂങ്ങിക്കിടക്കണ കാണുമ്പോൾ എനിക്ക് സങ്കടം വരുന്നു എന്ന് പറയാം. ഒരു കവിതയുണ്ട്, എനിക്ക് ആ കവിയുടെ പേര് ഓർമ്മ വരുന്നില്ല. എന്താ വെച്ചാൽ ആ കവി പറയുന്നത് അദ്ദേഹത്തിന്റെയൊക്കെ ചെറുപ്പകാലത്ത് ഒരിക്കലും ഒരു മാവിൽ അങ്ങനെ മാങ്ങ കിടക്കില്ല, അത് എറിഞ്ഞു വീഴ്ത്തി അടിച്ചു പൊട്ടിച്ച് തിന്നിട്ടുണ്ടാവും. ഇന്നത്തെ ചെറുപ്പക്കാർക്ക് അതിനുള്ള ഒരു ഊർജം പോലും അല്ലെങ്കിൽ ഒരു ആർജവം പോലും ഇല്ല എന്നാണ് അത് കവി ദുഃഖിക്കുന്നത്. അപ്പോൾ പുറത്തിറങ്ങി കളിക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യം യോഗയാണ്. ശൈലം സാർ, ഇപ്പൊ ഈ കളിയെ പറ്റി പറഞ്ഞപ്പോഴാണ്, ഇപ്പോ ഈ കളികൾ വളരെ കുറവാണ് വാസ്തവത്തിൽ. എല്ലാവരും ഈ ക്രിക്കറ്റ് വാച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫുട്ബോൾ വാച്ച് ചെയ്യുന്നു. അങ്ങനെ ഒരു സ്പെക്ടേറ്റർ ആയിട്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ എല്ലായിടത്തും കാണുന്നത്. ഇറങ്ങി കളിക്കുന്ന സന്ദർഭങ്ങൾ വളരെ കുറവാണ്. അപ്പൊ എനിക്കോട് ഫിസിക്കൽ എക്സർസൈസ് തനിച്ച് ചെയ്യുന്നത് നല്ലത് തന്നെ. പക്ഷെ അതോടൊപ്പം ഈ ഫുട്ബോളോ ക്രിക്കറ്റോ ഒക്കെ പോലുള്ള നമ്മൾ ഏർപ്പെടുമ്പോ അവിടെ നമ്മൾ ജയവും തോൽവിയൊക്കെ ഉണ്ടാവും. അപ്പൊ ജയവും തോൽവിയും മാനേജ് ചെയ്യാൻ അവിടെ പഠിക്കുകയും സ്വാമി ക്രിക്കറ്റിനെ പറ്റി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ അതിന്റെ റൂൾസ് കീപ്പ് ചെയ്യാൻ പഠിക്കുന്നു. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മളെ ഒരുപാട് സഹായിക്കും. തോൽവിയൊക്കെ നിസ്സാരമായിട്ട് എടുക്കാൻ പറ്റും. ഇപ്പൊ ഒരു മാർക്ക് കുറഞ്ഞെന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് താങ്ങാൻ പറ്റുന്നില്ല. അപ്പോ ഗെയിംസിന് ഒരു വലിയൊരു റോളുണ്ട് നമ്മുടെ വ്യക്തിത്വം ശരിയാക്കി കൊണ്ട് വരണതിന്. ഇന്നത്തെ കുട്ടികൾക്ക് അത് കിട്ടുന്നില്ല. കൂടുതൽ ക്രിക്കറ്റ് ഒക്കെ വീട്ടിൽ ഇരുന്ന് വാച്ച് ചെയ്യുന്നു. സൈറാം സാർ, വളരെ ശരിയാണ് സാർ പറഞ്ഞത്. ജീവിതത്തിൽ ജയവും തോൽവിയും ഉണ്ടാവും എന്നുള്ളൊരു തിരിച്ചറിവ് തന്നെ കുട്ടികൾക്ക് ഉണ്ടാവുന്നത് കളികളിൽ നിന്നാണ്. ആദ്യത്തെ പ്രിലിമിനറി ലെസൺസ് അവർ പഠിക്കുന്നത് തന്നെ.
എല്ലാവർക്കും ചോദിക്കാം, സമയം കുറച്ചേ ഉള്ളൂ. നല്ലൊരു ടോപ്പിക്, നല്ല ഡിസ്കഷൻ. ദയവായിട്ട് ഇതിൽ റിപ്പീറ്റ് ചെയ്യുക. യുവാക്കളെയാണ് ഇത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അവരല്ലേ ഈ ജീവിതം ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാറുള്ളത്. നമുക്ക് സമയം ഇനി 10 മിനിറ്റ് കഷ്ടിച്ചേ ഉള്ളൂ. മുതിർന്നവരോട് പറയാനുള്ളത്, ചെറുപ്പക്കാര് ഈ ഇമോഷണൽ എന്താ പറയുക, ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്യുന്നത് കുറെയൊക്കെ മുതിർന്നവരുടെ നമ്മുടെയൊക്കെ പെരുമാറ്റം കണ്ടിട്ടാണ്. ഒരു സിറ്റുവേഷനോട് അച്ഛൻ അല്ലെങ്കിൽ അമ്മ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് കണ്ടിട്ടാണ് മക്കൾ പഠിക്കുന്നത്. ചിലപ്പോൾ ചില കുട്ടികളുടെയൊക്കെ പാരൻസ് കുട്ടികളെ അവന് ഭയങ്കര ദേഷ്യക്കാരനാണെന്ന് പറഞ്ഞിട്ട് കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുവരാറ്. അപ്പോൾ ഒരു സെഷനോ 2 സെഷനൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് കാര്യം പ്രശ്നത്തിന്റെ എന്താ പറയുക റൂട്ട് എവിടെ കിടക്കണമെന്ന് മനസ്സിലാവും. അപ്പൊ ഞാൻ അവരോട് അച്ഛനോട് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ അമ്മോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ ദേഷ്യപ്പെടാറുണ്ടോ, ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എങ്ങനെയാ പെരുമാറാന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ വളരെ ഒരു കള്ളച്ചിരിയോടുകൂടി അവർ പറയും, ഞാനും ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ ദേഷ്യം എന്നുള്ളത് കുറെയൊക്കെ കുട്ടികളെ മുതിർന്നവരെ കണ്ടുപഠിച്ചിട്ടൊക്കെ ഓരോ സിറ്റുവേഷനോട് പ്രതികരിക്കുന്നത് ഒക്കെ വളരെ സാധാരണമാണ്. അപ്പോൾ മുതിർന്നവരോട് പറയാനുള്ളത്, നമ്മൾ വീട്ടിൽ കൃത്യമായി ഓരോ സിറ്റുവേഷനോടും പോസിറ്റീവായിട്ട് ക്രിയേറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കി കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്കും പേരക്കുട്ടികൾക്കും ഒക്കെ ആ ഒരു ഹാബിറ്റ്, ആ ഒരു ശീലം വരാനായിട്ട് വളരെ സാധ്യത കൂടുതലാണ്. അപ്പോൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മുതിർന്നവരോട് പറയാനുള്ളത്.